കർത്താവിൽ പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എങ്ങനെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ എങ്ങനെ നമുക്ക് ജീവിക്കാം? വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് നോക്കുന്ന ഫോണായിരിക്കും. ഇതിനകത്ത് ആരൊക്കെ മെസ്സേജ് ഇട്ടുണ്ട്, ഇതിനകത്ത് എന്തെല്ലാം സംഭവങ്ങളുണ്ട്, ഇതൊക്കെ ആയിരിക്കാം നമ്മൾ നോക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ഫസ്റ്റ് ടൈം ഈ ഫോൺ മാറ്റിയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയണം, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, പ്രഭാതവന്ദനം. ഞാൻ ഇന്ന് എന്താ ചെയ്യണ്ടേ? ഇന്ന് ഞാൻ ഡ്രസ്സ് വേണ്ടേ? നിങ്ങൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ, വോട്ടെവർ എവിടെ പഠിച്ചാലും നിങ്ങൾ ആദ്യം ചോദിക്കുക, ഇന്ന് ഞാൻ ഏത് ഡ്രസ്സാണ് ഇടണ്ടേ? ഇനി കുക്ക് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ, ഇന്ന് ഞാൻ എന്നാ ഉണ്ടാക്കണ്ടേ? ഇനിയും അപ്പന്മാരാണെങ്കിൽ, ഇന്ന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇന്ന് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഏത് കളർ ഡ്രസ്സാണ് ഇടണ്ടേ? ഇനി വേറെ എന്ത് കാര്യം ചെയ്യുന്നവരായിക്കോട്ടെ, ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഞാൻ ചെലവഴിക്കണ്ടേ? സിനിമ കാണുന്നതിന് പരിശുദ്ധാത്മാവിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സീരിയൽ കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വനിതയോ നോവലോ വായിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ വായനയുടെ ഇടയിലും പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു ബുദ്ധിമുട്ടാണ്. കാര്യം, നമ്മളൊരു കാര്യത്തിനകത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മളെ വന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണെങ്കിൽ. ഇതുപോലെ പരിശുദ്ധാത്മാവിന് മനുഷ്യനോട് ഒരു ജലസിയുണ്ട്, ഒരു പൊസസീവ്നെസ് ഉണ്ട്. അതവനെ കൂടുതൽ അറിയുമ്പോൾ, അതവനെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ തുടങ്ങുന്ന കാര്യമാണ് അവൻ്റെ പൊസസീവ്നെസ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം. ഇതിൻ്റെ അകത്തുനിന്നാണല്ലോ, സ്നേഹത്തിൻ്റെ അകത്തുനിന്നാണല്ലോ പൊസസീവ്നെസ് ഉണ്ടാകുന്നത്. ഈഗോയ്ക്കകത്തുനിന്നല്ലല്ലോ. സീറോ ഈഗോ ഉള്ള, എൻ്റെ കാഴ്ചപ്പാടിൽ ഉള്ള ഒരു വ്യക്തിത്വം പരിശുദ്ധാത്മാവുന്നു. സീറോ ഈഗോ. പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾക്ക് അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങാം. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവററ്റ് ആളോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ ഗുഡ് മോർണിംഗ് പറയുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക, പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കണം. പഠിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സഹായിക്കണം. ടെസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ഏതൊരു കാര്യത്തിനും പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഏതൊരു കാര്യത്തിനും എന്താ പറയുക, പരിശുദ്ധാത്മാവ്, എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം, എനിക്ക് നീ സംസാരിക്കുന്നത് അറിയണം. ചിലപ്പോൾ ഒരു ഓഡിബിൾ വോയിസിലായിരിക്കണം എന്നില്ല പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പകരം നമ്മളുടെ ചിന്തയ്ക്കകത്തുനിന്നായിരിക്കാം, ചിലപ്പോൾ ചില വിഷയങ്ങളുടെ അകത്തുനിന്നായിരിക്കാം, ചിലപ്പോൾ ബൈബിളിൻ്റെ അകത്തുനിന്നായിരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ സെൻസിറ്റീവ് ആകണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ബൈബിൾ വായിക്കുക. അപ്പോൾ ഈ ബൈബിൾ വായിച്ചാലേ സെൻസിറ്റീവ് ആകത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം വചനം എത്രത്തോളം നമ്മളിൽ നിറയുന്നു അത്രത്തോളം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ മനസ്സിലാക്കാൻ പറ്റും. അതായത് വചനം, യേശു പറയുന്നത് എങ്ങനെയാണ്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ചിന്തകളുടെ അകത്ത് മൊത്തവും സിനിമയായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നവരാണെങ്കിൽ നമ്മൾ വായിച്ച വിഷയങ്ങളെല്ലാം നമ്മളുടെ ചിന്തയ്ക്കകത്തുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരാണെങ്കിൽ ഈ സംസാരം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ കാരണം നമ്മളുടെ ഹൃദയത്തിൽ അത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ മനസ്സിലാക്കാൻ ദൈവവചനം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. ഒരു ദിവസം ഒരു അധ്യായം വായിക്കാൻ 7 മിനിറ്റ് മതി. ഒരു ദിവസം ഒരു അധ്യായം വായിക്കാൻ 7 മിനിറ്റ് മതി. നിങ്ങളുടെ ലൈഫിൽ ഒരു 7 മിനിറ്റ് കളയാൻ നിങ്ങൾ തയ്യാറാണോ? അത് കളയുകയല്ല, പകരം നിങ്ങളൊരു പുതിയ ബന്ധം തുടങ്ങാൻ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് സാക്രിഫൈസ് കണ്ടിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി അപ്പം മരിക്കുന്നു, ഫ്രണ്ടിന് വേണ്ടി മറ്റൊരു ഫ്രണ്ട് മരിക്കുന്നു, ഗേൾ ഫ്രണ്ടിന് വേണ്ടി ബോയ് ഫ്രണ്ട് സാക്രിഫൈസ് ചെയ്യുന്നു, ബോയ് ഫ്രണ്ടിന് വേണ്ടി ഗേൾ ഫ്രണ്ട് സാക്രിഫൈസ് ചെയ്യുന്നു. സോ ഈ ഭൂമി മുഴുവനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു സാക്രിഫൈസ് ഉണ്ട്. പക്ഷേ ഈ സാക്രിഫൈസിൻ്റെ പ്രത്യേകത, ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ചെയ്യുന്ന ആ കളയുന്ന 7 മിനിറ്റിൻ്റെ പ്രത്യേകത, അത് നിന്നെ നിത്യതയോളം എത്തിക്കുന്നതാവുന്നു. അത് യേശുവിനെ കൂടുതൽ യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതാവുന്നു.
പ്രിയപ്പെട്ടവരെ. ഇനി ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങുക മാത്രമല്ല, പകരം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അവിടെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പോൾ ചോദിക്കും, പരിശുദ്ധാത്മാവിന് നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? എന്നിട്ട് എന്താ, എന്നാൽ പിന്നെ ഒരു പ്ലേറ്റും വെച്ച് കുറച്ച് ഭക്ഷണം വെച്ചോ, പരിശുദ്ധാത്മാവ് കഴിക്കട്ടെ. ഈ മെൻറ്റാലിറ്റിയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, അതൊരു കോമഡി പീസ് മാത്രമാണ്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, കാര്യം നമ്മളെക്കാളും ബുദ്ധിയുള്ളവനാണ് പരിശുദ്ധാത്മാവ്, നമ്മളെക്കാളും സ്ട്രെങ്തണായിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഒരു പരിശുദ്ധാത്മാവ് ഒരു സ്പിരിച്വൽ ബീയിങ് ആയിരിക്കുന്നത് പോലെ ഫിസിക്കൽ ബീയിങ്ങിൽ പരിശുദ്ധാത്മാവിന് തൊടാൻ പറ്റും, വരാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ അകത്ത് നിന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ കാണരുത് എന്ന് പലരും പറയുന്നത്. അതുകൊണ്ടാണ് തെറ്റായത് നമ്മൾ ചിന്തിക്കരുതെന്നും തെറ്റായത് എടുക്കരുതെന്നും പറയുന്നതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാൻ, അതായത് നമ്മൾ അതിനെ ഡിസേൺ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ജങ്ക് ഫുഡ് കയറിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ജങ്ക് ഫുഡിനെ മാറ്റാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, റൈറ്റ് ഫുഡിനെ കഴിക്കുക. എന്താണ് റൈറ്റ് ഫുഡ്? അത് ദൈവത്തിൻ്റെ വചനമാകുന്നു, അത് യേശുവിനെ പറ്റിയിട്ടുള്ള അറിവാകുന്നു എൻ്റെ ആത്മാവിനുള്ള റൈറ്റ് ഫുഡ്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നിങ്ങൾക്ക് യഥാർത്ഥമായി നിങ്ങൾക്ക് യേശുവിനെ കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുക. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോകളിൽ സംസാരിച്ചല്ലോ, നിങ്ങൾക്ക് ആ കൂട്ടായ്മയിലേക്ക് വരാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ, ജസ്റ്റ് സറണ്ടർ ആൻഡ് സ്പീക്ക് ടു ഗാഡ്, അല്ലെങ്കിൽ സ്പീക്ക് ടു ഹോളി സ്പിരിറ്റ്. അവനെല്ലാം, നമ്മളുടെ ഏതൊരു വിഷയവും പരിശുദ്ധാത്മാവിനെ അറിയാം. നമ്മളവനെ അലോ ചെയ്യാത്തത് കൊണ്ടാണ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ അലൗ ചെയ്യാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് മിണ്ടാത്തത്. ഹീസ് എ ജെന്റിൽമാൻ. സത്യം പറഞ്ഞാൽ ഹീസ് എ ജെന്റിൽമാൻ. ആ പരിശുദ്ധാത്മാവിന് നമ്മളോട് അഗാധമായ സ്നേഹമുണ്ട്. ഒരു എന്താ പറയുന്ന ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സ്നേഹത്തിനേക്കാളും അപ്പുറത്തേക്ക് ഏതൊരു സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് പറ്റും. ഏതൊരു സിറ്റുവേഷനും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നമ്മളുടെ ഫീലിങ്സ് പരിശുദ്ധാത്മാവിന് അറിയാം. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടേബിളിൽ മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്നത്, നമ്മളുടെ സ്റ്റഡി ടേബിളിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂട്ടുവിളിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവെ നീ എന്നെ പഠിപ്പിക്കണം. 10 മണിക്കൂർ ഒരേ വിഷയം 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നതും 10 മിനിറ്റ് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നതും വ്യത്യാസമുണ്ട്. ഞാൻ എങ്ങനെയാണ് പഠിച്ചത്? 10 മണിക്കൂർ പഠിച്ചിട്ട് ഒരു ഗുണവും ഉണ്ടായി എന്ന് എൻ്റെ ലൈഫിലില്ലായിരുന്നു. ഞാൻ എല്ലാം മറക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുമ്പോൾ എനിക്കിന്നും പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനിയും സ്റ്റഡി ടേബിളിൽ മാത്രമല്ല നമ്മൾ ഫോണിൽ ഗെയിം കളിക്കത്തില്ലേ? ഗെയിം കളിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടുവിളിക്കാം. ഞാനങ്ങനെ കളിച്ച് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ കളികളിൽ ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് ഞാൻ കൂട്ടായ്മയിലിരുന്ന് കളിച്ച ഗെയിമുകളിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. തോക്കുമെന്ന് സാധ്യത എല്ലാവരും പറഞ്ഞ ഗെയിം ഞാൻ സിമ്പിളായിട്ട് ജയിച്ചിട്ടുണ്ട്. ഈവൻ ബാഡ്മിൻ്റണിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് ബാഡ്മിൻ്റനും ടെന്നീസും. ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമ്പോൾ ഞാൻ ജയിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊരു വിഷയത്തിലാണെങ്കിലും ഇനി നിങ്ങൾക്ക് ഭയങ്കര അൺകൺട്രോളബിളായിട്ട് നിങ്ങൾക്ക് ആങ്കർ ഇഷ്യൂ ഉണ്ടെന്ന് വെക്കുക, പരിശുദ്ധാത്മാവിനോട് പറയാം. നിങ്ങൾ അൺകൺട്രോളബിളായിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം, പരിശുദ്ധാത്മാവിനോട് പറയാം. നിങ്ങൾ അൺകൺട്രോളബിളായിട്ട് കരയുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയാം. ഏതൊരു സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെയുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക, നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഇടപെടുക, നമ്മൾ പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവെ സറണ്ടർ ടു യു. ഇനി ഒരു വ്യക്തിത്വത്തിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഭയമായിരിക്കാം, ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ ഭയമായിരിക്കാം. പരിശുദ്ധാത്മാവിനോട് പറയുക, നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് പരിശുദ്ധാത്മാവിനോട് പറയുക. ഹെൽപ്പ് മീ, ഹി വിൽ ഹെൽപ്പ് യു, ഡെഫിനറ്റ്ലി ഹി വിൽ ഹെൽപ്പ് യു. ഉറപ്പായിട്ടും, ഐ പ്രോമിസ്. നിങ്ങൾ ഒരു കാലത്തും ദൈവം അനാഥരെ വിടാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ അസ്തിത്വം നമ്മളുടെ മുകളിലിരിക്കുന്നതാകുന്നു, നമ്മളിലുള്ളത് കൊണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ ഭൂമിയിൽ ചിലപ്പം നമ്പർ 1 ആയില്ല എങ്കിലും
നിങ്ങൾ ഈ ഭൂമിയിൽ ചിലപ്പം ഒന്നുമായില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മയുണ്ടോ? കൃപയാൽ നിങ്ങൾ ഒന്നാമതെത്തിയിരിക്കും. കൃപയാൽ നിങ്ങൾ ജീവിച്ചിരിക്കും. കൃപയാൽ നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കും. ഒറ്റ കാരണമേ ഉള്ളൂ, നാം പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കത്തില്ല നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആവാൻ. കാര്യം യേശു എല്ലാത്തിനേക്കാളും ഒന്നാമതായിരുന്നു. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് പറയുന്ന പോലെ ദാസൻ്റെ രൂപം സ്വീകരിച്ചു യേശു. പക്ഷേ ദൈവം അവനെ സകല നാമത്തിനേക്കാളും വലുതാക്കി ഉയർത്തി, ഒന്നാമതെത്തിച്ചു. നിങ്ങൾ ഏറ്റവും ബലഹീനനായിരിക്കാം, നിങ്ങൾക്ക് ഒരു കഴിവുമില്ലായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പറയുക, അവൻ്റെ സഹായം നമ്മളോടുകൂടെ എപ്പോഴും ഉണ്ട്. സോ ഇന്നു മുതൽ നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയിലായിരിക്കാം. ആദ്യം പറഞ്ഞതുപോലെ വലിയ പാടുള്ള പണിയല്ല, ജസ്റ്റ് സറണ്ടർ ചെയ്യുക, ജസ്റ്റ് സംസാരിക്കുക. ഇനി നിങ്ങൾ പാപത്തെക്കുറിച്ചുള്ള വിഷയമാണെങ്കിൽ, ഞാൻ പാപിയാണല്ലോ, എങ്ങനെയാണ് എനിക്ക് പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്, പരിശുദ്ധാത്മാവിനോട് ദേഷ്യമായിരിക്കത്തില്ലേ, എന്നോട് വിഷമമായിരിക്കത്തില്ലേ എന്നുള്ള ചിന്തകളുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുന്നു. നമ്മളുടെ റൈച്ചസ്നെസ് യേശു ആകുന്നു, നമ്മളുടെ നീതീകരണം യേശു ആകുന്നു. നമ്മൾ കാൽവരിയിൽ നമ്മൾക്ക് നീതി ലഭിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരമാകുന്നു. അവൻ്റെ ഉദ്ധാന മുഖാന്തരം നമ്മൾ പുതിയതാക്കപ്പെട്ടിരിക്കുന്നു. ആ ഉദ്ധാന മുഖാന്തരമാകുന്നു പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം നമ്മളുടെ മേൽ വന്നത്. ഈ ആത്മാവ് മുഖാന്തരമാകുന്നു നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മളിൽ നിന്ന് ഭയമൊഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ വെറും ഭക്തരും ദൈവമല്ല, പകരം നമ്മൾ പിതാവും മക്കളും ആകുന്നു. സോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ പിതാവേ, ഇത് കാണുന്നവരുടെ ജീവിതത്തിൻ്റെ മേൽ ആ ഫെലോഷിപ്പ് ആക്റ്റീവ് ആകട്ടെ. ഇത് കാണുന്നവരുടെ ജീവിതത്തിൻ്റെ മേൽ ആ ബന്ധം ആക്റ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി പറയുന്നു. പ്രിയ പരിശുദ്ധാത്മാവെ, ഇത് കാണുന്നവരുടെ ജീവിതത്തിൽ ആ ആക്റ്റീവ്നെസ് ഉണ്ടാകട്ടെ, ആ കൂട്ടായ്മ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബന്ധം സ്റ്റാർട്ടാകട്ടെ. അവരുടെ ഹൃദയത്തിൽ അങ്ങ് സംസാരിക്കുന്നത് അവർ തിരിച്ചറിയാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവ് എപ്പോഴുമുണ്ട്. ആമേൻ.